അസ്സലാമു അലൈക്കും. ഷാനു രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും ഉമ്മ അവനുള്ള ചായയുമായി റൂമിലേക്ക് വന്നിരുന്നു. മുഖം തുടച്ച ശേഷം ഉമ്മാൻ്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി ചുണ്ടോട് ചേർത്തു. മോനെ, എളാമ്മ വിളിച്ചിരുന്നു. എന്ത് കാര്യം? അവർക്ക് വേഗം പെണ്ണ് കാണൽ നടത്തണമെന്നാണ് പറയുന്നത്. കല്യാണം കുറച്ച് നീട്ടിയാലും കുഴപ്പമില്ലെന്ന്. വേഗം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച തന്നെ. എന്നിട്ട് ഉമ്മ എന്ത് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ട് തീരുമാനം പറയാമെന്ന് പറഞ്ഞു. ഷാഹി എന്ത് പറഞ്ഞു? നിന്നോട് ചോദിക്കാൻ പറഞ്ഞു. നീ വേണമെന്നാ ഷാഹി പറയുന്നത്. ഞാൻ എങ്ങനെ വരിക? ഞാനില്ല. എന്നെ ആരും വെയിറ്റ് ചെയ്യണ്ട. നീ അങ്ങനെ പറഞ്ഞാൽ ഷാഹിക്കത് വിഷമാവൂലേ മോനെ? അതുമാത്രമല്ല, അവിടെ നിന്ന് ആളുകൾ ചോദിക്കൂലേ ഏട്ടന് വന്നില്ലെന്ന്. എൻ്റെ ഉമ്മ, എൻ്റെ ഈ അവസ്ഥ നിങ്ങൾ കാണുന്നല്ലേ. പിന്നെ എന്തിനാണ് ഞാൻ വരണമെന്ന് വാശി പിടിക്കുന്നത്? അവിടെ പോയി നാണം കെടാനോ? ഞാൻ വരുന്നത് വരാത്തത് നിങ്ങൾ നോക്കണ്ട. അവർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവരെ ആഗ്രഹം പോലെ ഈ ആഴ്ച തന്നെ ആ ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞേക്ക്. അപ്പോൾ ഈ വരൂല അല്ലേ? ഇല്ല. ആവശ്യങ്ങൾ ഇനിയുമില്ലേ മുമ്പിലേ? ഞാൻ അതിലൊക്കെ പങ്കെടുത്താൽ പോരെ? എന്നാൽ ഞാനിപ്പോൾ തന്നെ എളാമ്മയെ വിളിച്ച് പറയട്ടെ. അല്ല, അങ്ങോട്ട് ഒത്തിരി ആളുകൾ പോകുന്നില്ലേ? ജിനുവിനെ കാണാൻ പോയില്ലേ? അതുപോലെ. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ജിനു എപ്പോഴാണ് വരുന്നത്? അവൾ വന്നോളും. ഉമ്മ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. അന്ന് ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 3 മണിയോളമായിരുന്നു. അവർ വരുമ്പോൾ എളാമ്മ ഉണ്ടായിരുന്നു അവിടെ. ഉമ്മാനോട് എന്തോ സംസാരിച്ച് ഹാളിരിക്കുകയാണ്. ഇവൻ്റെ കൈ ഇപ്പോഴും പഴയ പോലെ തന്നെ ആണോ? മാറ്റമൊന്നുമില്ലേ? ആര്യയുടെ സഹായത്തോടെ റൂമിലേക്ക് നടന്നു പോകുന്ന ഷാനു കേൾക്കാതെയാണ് അവൾ ചോദിച്ചതെങ്കിലും അവനത് കറക്റ്റ് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് പിന്നെ അവർ ഒന്നും ചോദിക്കാൻ നിന്നില്ല. ഫ്രഷായി വരുമ്പോഴേക്കും ഉമ്മ കഴിക്കാനുള്ളത് ടേബിളിൽ വെച്ചിരുന്നു. ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ എളാമ്മ അവിടെ ഇല്ല. ഇനി പോയോ? ഇത്ര പെട്ടെന്നൊന്നും പോവില്ലല്ലോ. ചിലപ്പോൾ എന്നെ കണ്ടിട്ട് റൂമിലേക്ക് പോയി കാണാം. എളാമ്മ വന്നത് നമ്മൾ ഇവിടെ നിന്ന് എത്ര ആളുകൾ അവിടേക്ക് ചെല്ലുന്നുണ്ടെന്ന് അറിയാനുള്ള കണക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് മോനെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സോഫയിലേക്ക് ഇരിക്കുമ്പോൾ ഉമ്മ ഷാനുവിൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു. എളാമ്മ പോയോ? ഇപ്പോൾ പോയി. എന്നിട്ട് ഉമ്മ കണക്ക് പറഞ്ഞു കൊടുത്തോ? ഞാനൊരു 50 ആളെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ചത്തേക്ക് ദിവസവും തീരുമാനിച്ചു. പിന്നെ ഞാൻ ജിനുവിൻ്റെ ഉമ്മാനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. മൂത്ത മരുമോളെ ഉമ്മാനെ വിളിക്കാതെ പോകുന്നത് മോശമല്ലേ? പിന്നെ നിൻ്റെ മാമിയെയും എളാമ്മയും എല്ലാം വിളിക്കണം. എല്ലാവരെയും ഉമ്മ തന്നെ വിളിച്ചാൽ മതി. നീ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. എൻ്റെ ഫോണിലുണ്ട്, ഞാൻ തരാം. സാർ, എന്താ ആദി? പെണ്ണ് കാണാൻ ജിനു വരില്ലേ? അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നോട്ടെ, ഞാൻ നിർബന്ധിക്കില്ല. ഈ വാശി മാറ്റിവെച്ച് ജിനുവിനെ ഒന്ന് വിളിച്ചൂടെ സാറിനെ? ആദ്യം പറഞ്ഞത് തന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പിന്നെ എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കൂ. 8 മാസമായിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ അനുഭവിക്കുന്ന വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ ഒരു സാഹചര്യത്തിൽ കൂടെ നീ കടന്നു പോകണം. അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റൂ. സാറിൻ്റെ വിഷമം ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതൊന്നും അറിയാത്തത് കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അവളെ വിഷമം കണ്ടപ്പോൾ പറഞ്ഞു പോയതാ. ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഇപ്പോൾ അവൾ നല്ല വേദനിക്കുന്നുണ്ട്. എനിക്കൊന്ന് പുറത്തു പോയിരിക്കണം. ആദ്യം പറയുന്നത് കേൾക്കാൻ താല്പര്യം കാണാതെ അവൻ പറഞ്ഞു. അത് ആദിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ നല്ല ഉറക്ക ടൈമിലായിരുന്നു കാൽപാദങ്ങളിലൊരു നനവ് പോലെ അനുഭവപ്പെട്ടത്. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി ഷാനു കാണുന്നത് അവൻ്റെ 2 കാലും പൊതിഞ്ഞു പിടിച്ച് അതിലേക്ക് മുഖം ചേർത്ത് കരയുന്നവളെയായിരുന്നു. ഈ വരവ് അവൻ പ്രതീക്ഷിച്ചതാണെങ്കിലും ഇത്ര രാവിലെ അവൾ അവിടെ എത്തുമെന്ന് ഓർത്തില്ല. നീ എന്താ ഈ കാണിക്കുന്നത്? അവൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. എന്നോട് ദേഷ്യാവല്ലേ? ഒട്ടും പറ്റുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഓടി വന്നത്. എൻ്റെ സ്വാർത്ഥ മനസ്സുകൊണ്ട് ഞാൻ കാണിച്ച തെറ്റുകൾക്കെല്ലാം സോറി. ഇനി എന്നിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ കാൽച്ചോട്ടിൽ നിന്ന് എഴുന്നേൽക്ക്. ഇപ്പോൾ അവൻ്റെ ശബ്ദം അല്പം ശാന്തമായിരുന്നു. അത് അവളിൽ അല്പം ആശ്വാസം നിറച്ചു. ഞാൻ നിന്നോട് പഠിക്കാൻ പോവാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിരുന്നു. അവൾ തല താഴ്ത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ നീ എന്താ അനുസരിച്ചില്ല? ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ, അതുകൊണ്ടാണ്. അത് എൻ്റെ കുഴപ്പമാണോ? അല്ല, എൻ്റെ കുഴപ്പമാണ്. ഞാൻ അടുത്ത ആഴ്ച മുതൽ പോയിക്കോളാം. വീണ്ടും വാക്ക് മാറുമോ നീ?
ഇല്ല, സത്യമായിട്ടും ഞാൻ അടുത്ത ആഴ്ച പോയി തുടങ്ങും. നിന്നോട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ നല്ലതുപോലെ എഴുന്നേറ്റ് നടന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയില്ലേ? ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഷാനുക്ക കൂടെ ഇല്ലാത്ത ഓരോ നിമിഷവും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാനവിടെ നിന്നാൽ പിന്നെ തിരിച്ചു വരാൻ ഞാനുണ്ടാവില്ലെന്ന് തോന്നി. അതാണ് ഓടി വന്നത്. സാർ, ജിനു വന്നതറിയാതെയാണ് അവൻ ഷാനുവിൻ്റെ വിളിച്ച് റൂമിലേക്ക് വന്നത്. റൂമിലേക്ക് വന്ന് കയറി അവൻ പ്രതീക്ഷിക്കാതെ ജിനുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. അത് ഷാനു ശ്രദ്ധിക്കുകയും ചെയ്തു. ജിനു എപ്പോൾ വന്നോ? അവൻ ഒരുപാട് സന്തോഷത്തോടെ ചോദിച്ചു. ഇപ്പോൾ വന്നതേയുള്ളൂ, അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയാ വന്നത്? ഉപ്പാൻ്റെ കൂടെയാണോ? അല്ല, ഓട്ടോ പിടിച്ച് വന്നതാ. ആ, നിന്റെ സംസാരം കഴിഞ്ഞെങ്കിലേ എനിക്ക് ബ്രഷ് ചെയ്യാമായിരുന്നു. ഓ, ഇങ്ങേർക്ക് എന്ത് കുശുമ്പ. ഞാനൊന്ന് വൈഫിനോട് സംസാരിച്ചേനെ. എന്തൊക്കെ പറഞ്ഞാലും എത്ര ദേഷ്യം കാണിച്ചാലും. അവൾ വന്നപ്പോൾ സാറിൻ്റെ മുഖം തെളിഞ്ഞിട്ടുണ്ട്. എനിക്കത് മതി. ഡ്രസ് മാറി ജിനു നേരെ പോയത് കിച്ചണിലേക്കായിരുന്നു. അവൾ ചെല്ലുമ്പോൾ ഉമ്മ ഷാനുവിനും ആദിക്കുമുള്ള ചായ എടുക്കുകയാണ്. അവളെ കണ്ടെങ്കിലും ഉമ്മ വലിയ മൈൻഡ് ചെയ്തില്ല. ചായ ഞാൻ കൊടുക്കാം. വേണ്ട, ചായ ഇടാൻ എനിക്കറിയാമെങ്കിലേ കൊടുക്കാനും എനിക്കറിയാം. അല്പം ദേഷ്യത്തോടെയായിരുന്നു ആ സംസാരം. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അവൾ കിച്ചണിലേക്ക് വന്നത്. അതുകൊണ്ട് അവൾക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. അപ്പോഴേക്കും ഷാനും ആദിയും ഹാളിലെത്തിയിരുന്നു. അവൻ സോഫയിലേക്ക് ഇരുന്നതും ഉമ്മ അവൻ്റെ കയ്യിലേക്ക് ചായ വെച്ച് കൊടുത്തു. അതിനുശേഷം ആദിക്കും കൊടുത്തു. അപ്പോഴെല്ലാം ജിനു കിച്ചണിൽ നിന്ന് ഷാനുവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അതെല്ലാം ആദി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം ആരും കാണാതെ ഷാനു ജിനുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് അവൾ ആകെ ക്ഷീണിച്ചു. ഇവളെന്താ വീട്ടിൽ പോയിട്ട് പട്ടിണി കിടക്കായിരുന്നു? ആകെ മെലിഞ്ഞു പോയല്ലോ. ആദി, റൂമിൽ നിന്നും എൻ്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് പോയി നോക്ക്. അവന് റൂമിലെത്തിയപ്പോഴേക്കും കോൾ കട്ടായിരുന്നു. സാർ, കോൾ കട്ടായി. ആരാന്നറിയില്ല. ചിലപ്പോൾ വീണ്ടും വിളിക്കും. അതുകൊണ്ട് ഫോൺ സാറിൻ്റെ അടുത്ത് തന്നെ വെച്ചോ. അവൻ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും വീണ്ടും ഫോൺ റിങ് ചെയ്തു. ഇത് ജിനുവിൻ്റെ ഉപ്പാണല്ലോ. വേഗം കോൾ അറ്റൻഡ് ചെയ്തു. മോനെ, ജിനു അവിടെ എത്തിയോ? ആ, എത്തി. ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞതാ തനിയെ പോണ്ടാന്ന്. പക്ഷെ അവൾ കേട്ടില്ല. ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. ഇന്നലെ രാത്രി തന്നെ വരാൻ നിന്നതാ. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ്. അവളെ വിവരമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും അവളെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലേ മോൻ അവളോട് ക്ഷമിക്കണം കേട്ടോ. കൊച്ചു കുട്ടികളുടെ മനസ്സാ, പെട്ടെന്ന് സങ്കടം വരും. പിന്നെ മൂത്ത മോളായതുകൊണ്ട് അല്പം ലാളിച്ചു പോയിട്ടുണ്ട്. ആ ഒരു അഹങ്കാരം അവൾക്കുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഉപദേശിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മോന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും അവളെ ഭാഗത്തു നിന്നുണ്ടായാലേ നല്ല വഴക്ക് പറഞ്ഞോ, എന്നാലേ അവളിലെ സ്വഭാവം മാറുള്ളൂ. അവളെ ഓർത്ത് ഇപ്പം ടെൻഷനാവണ്ട. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. എന്നാൽ ശരി മോനെ, എനിക്ക് പോവാൻ സമയമായിട്ടുണ്ട്. അന്ന് അവൾക്ക് അധികം മിണ്ടാൻ അവസരം കൊടുക്കാതെ ഷാന് ഒഴിഞ്ഞു മാറി നടന്നു. കൂടുതൽ സമയം അവൻ ഹാളിൽ ഉമ്മറത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഷാനു റൂമിലേക്ക് പോയി. ഗുഡ് നൈറ്റ് പറഞ്ഞ് ആദിയുടെ റൂമിലേക്കും പോയി. ഷാനു റൂമിലെത്തി 10 മിനിറ്റ് കഴിഞ്ഞില്ല. അതിനു മുമ്പേ അവൾ റൂമിലെത്തിയിരുന്നു. അവൾ വരുന്നതറിഞ്ഞതും ഷാനു ഉറങ്ങിയതുപോലെ കിടന്നു. 1-2 തവണ അവൾ അവനെ വിളിച്ചെങ്കിലും അവൻ മിണ്ടാതെ അങ്ങനെ കിടന്നു. പഠിച്ചോനെ, ഞാൻ ഷാനുഖാൻ്റെ അരികിൽ കയറി കിടന്ന എന്നോട് ദേഷ്യാവോ? ദേഷ്യമായാലും വേണ്ടില്ല, ഞാൻ കിടക്കും. ഒന്നുകൂടി ഷാനുവിനെ വിളിച്ചു നോക്കി. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവൾ ബെഡിലേക്ക് കയറി കിടന്നത്. മലർന്നു കിടക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ച് കിടക്കാൻ അവൾ ഏറെ ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് അവന് ഇഷ്ടമായില്ലെങ്കിൽ എന്ന് കരുതി ആ ശ്രമം ഉപേക്ഷിച്ച് മറുവശം തിരിഞ്ഞു കിടന്നു. പിന്നെ നടന്നത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. മറുവശം തിരിഞ്ഞു കിടക്കുന്ന അവളെ മെല്ലെ തലപൊക്കി അവനൊന്ന് നോക്കി. ആ സമയം അവൻ്റെ ചുണ്ടിൽ എന്തിനോ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. കുറച്ചു സമയം രണ്ടാളും അങ്ങനെ കിടന്നു. ഇടയ്ക്ക് ജിനു തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഉണർന്നോ അതോ ഉറക്കമാണോ എന്ന് നോക്കുമ്പോൾ അവൻ കണ്ണടച്ച് കിടക്കും. അവൻ ഉറങ്ങിക്കാണുമെന്ന് കരുതി അവന് അഭിമുഖമായി തിരിഞ്ഞു കിടന്ന് അവൾ അല്പം കൂടെ അവനോട് ചേർന്ന് കിടന്നു. ഇവിടുന്ന് പോയതിൽ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? അവൾ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി പറഞ്ഞു. ഓരോ രാത്രിയും കരഞ്ഞോണ്ട തള്ളി നീക്കിയത്. സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ. പിന്നെ ആദ്യത്തെന്ന ധൈര്യത്തിലാണ് ഇറങ്ങി പുറപ്പെട്ടത്. കുറച്ച് ദേഷ്യമുണ്ടെന്നുള്ളൂ. സാറൊരു പാവ. നീ വന്നാലേ സാറൊന്നും പറയില്ല, പകരം സന്തോഷം മാത്രമാവുക. അതുകൊണ്ട് പേടിക്കാതെ ഇങ്ങ് പോരെ. അവൻ്റെ ഒരു വാക്കിൽ മാത്രമാ പേടിയുണ്ടായിട്ട് ഞാനൊന്നും നോക്കാതെ ഇറങ്ങി വന്നത്. ആ, അപ്പോൾ അവൻ കൊടുത്ത ധൈര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. ഷാനു മനസ്സിൽ ചിന്തിച്ചു.
കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, എന്തൊരു പാവ, ദേഷ്യം വന്നാൽ തനി കാട്ടുപോത്ത് തന്നെ. അവൻ്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ടാണ് അവൾ പറയുന്നത്. എൻ്റെ അമ്മോ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണ്ട, പിന്നെ എന്നെ ഭിത്തിയിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും. കുറേ സമയം അവൾ അവനെ നോക്കി അങ്ങനെ തന്നെ കിടന്നു. എപ്പോഴോ ഉറക്കം അവളെ കൂട്ടിപ്പിടിച്ചതും അവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്നിറങ്ങി. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും ഷാനു മെല്ലെ തലപൊക്കി അവളുടെ കവിളിൽ നിന്നും അമർത്തി ചുംബിച്ചു. പഴയ പോലെ കിടന്നു. പെട്ടെന്ന് അവളുടെ കവിളിലൊരു സ്പർശനം അറിഞ്ഞതും അവൾ ഉറക്കിൽ നിന്ന് ഞെട്ടി എണീച്ചു. ഷാനുക്ക നല്ല ഉറക്കാണല്ലോ, പിന്നെ എങ്ങനെ എൻ്റെ കവിളിൽ? അവൻ്റെ ചുംബനമേറ്റ കവിൾത്തടത്തിൽ പതിയെ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇനി തോന്നലാവോ? ആവും, ഷാനുക്ക നല്ല ഉറക്കല്ലേ? അയ്യേ, ഇങ്ങനൊരു പൊട്ടി, അവൾ തലയ്ക്ക് സ്വയം കുട്ടിക്കൊണ്ട് പറഞ്ഞു. വീണ്ടും അവൾ കണ്ണടച്ചങ്ങനെ കിടന്നു. അപ്പോഴെല്ലാം ഷാനു അവളെ തന്നെ നോക്കി കിടപ്പായിരുന്നു. ഇതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി അവൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ഒന്നും അറിയാത്ത രീതിയിൽ കണ്ണടിച്ച് കിടന്നു. ഷാനുക്ക, പതിയെ തലപൊക്കി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കൊണ്ടവൾ വിളിച്ചു. ഷാനുക്ക നല്ല ഉറക്കാണല്ലോ, ഇനി ഞാൻ സ്വപ്നം വല്ലതും കണ്ടതാവോ? സ്വപ്നമാണെങ്കിൽ എൻ്റെ കവിളിൽ സ്പർശനം അറിയോ? ഇത് സ്വപ്നമൊന്നല്ല, ഇത് ഷാനുക്ക ചെയ്യുന്ന കള്ളത്തരാണ്. ചിലപ്പോൾ ഉറങ്ങിക്കാണില്ല, എന്നെ പറ്റിക്കാൻ അങ്ങനെ കിടക്കാവും. ഇനി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞവൾ തലക്ക് കൈയും കൊടുത്ത് ഷാനുവിനെ തന്നെ നോക്കി നടന്നു. പക്ഷേ അവൾക്ക് അല്പം പോലും സംശയം വരാത്ത രീതിയിൽ അവൻ കണ്ണടച്ചങ്ങനെ കിടന്നു. കുറേ നേരം അവൾ നോക്കി നിന്നെങ്കിലും ഉറക്കം അവളെ അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ നല്ല ഉറക്കമായെന്ന് മനസ്സിലായതും ഇടത് കൈയാൽ അവളെ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി ഒരിക്കൽ കൂടി അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിലമർന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ അവൾ ഗാഠനിദ്രയിലേക്ക് ആഴ്ന്നു വീണിരുന്നു. പിറ്റേന്ന് അവൾ പതിവ് പോലെ പുലർച്ചെ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായത് ഞാൻ രാത്രി കിടന്നത് ഷാനുഖാൻ്റെ നെഞ്ചിലാണെന്നാണ്. അതിന് തെളിവായി അവൻ്റെ കൈ അവിടെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ആ സമയം അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്നാലും ഇതെങ്ങനെ? ചിലപ്പോൾ അറിയാതെ ഞാൻ തന്നെ കിടന്നതാവും. ചോദ്യം ഉത്തരം അവൾ തന്നെ തീരുമാനിച്ചു. പതിയെ അവൻ്റെ കൈ എടുത്തു മാറ്റി. അവൾ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴും പൂർവാധികം ശക്തിയോടെ അവൻ്റെ കൈ അവളിൽ മുറുകി. ഉറക്കിലാണോ അതോ ഉണർന്നിട്ടുണ്ടോ? അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. പിറുപിറുക്കാതെ കിടക്കടി അവിടെ. അപ്പോൾ ഉണർന്ന് കിടക്കല്ലേ? അല്ല, സ്വപ്നത്തിലാ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എന്നെ ഉമ്മ വെച്ചത് സ്വപ്നമല്ലേ? ഇങ്ങനെ കള്ളത്തരം തന്നെയാണ്. ഇന്നലെ ഷാനുക്ക് വേഗം ഉറങ്ങിയോ? ഉറങ്ങി. എന്തേ? ഉറങ്ങിയാണ് എന്തിനാ ഇന്നലെ രാത്രി കുരുത്തക്കേട് കാണിച്ചത്? ആരെ? ഞാനോ? പിന്നെ ആരെ? നീ വല്ല സ്വപ്നവും കണ്ടതാവും. അയ്യടാ, ഇത് സ്വപ്നമൊന്നല്ല, ഇന്നലെ രാത്രി നടന്ന കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രി എന്ത് നടന്നു നീ പറയുന്നത്? അവളിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് തല വെച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത്. ഇന്നലെ ഞാൻ എന്നെ ഷാനുക്ക ഉമ്മ വെച്ചതുപോലെ സ്വപ്നം കണ്ടു. അത് നിന്റെ സ്വപ്നമോ? ഇതേപോലെ ആയിരുന്നോ? അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അതോടെ ആയപ്പോൾ അവൾ നാണത്താൽ പൂത്തുലിഞ്ഞു പോയി. ആയിരുന്നു ജിനു? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. എന്നാൽ അത് സ്വപ്നം തന്നെയാവും. ഉറങ്ങിയെപ്പോലെ അഭിനയിച്ച് കിടന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? ഞാൻ കരുതി ആളൊരു പാവാണെന്ന്. എല്ലാ കള്ളത്തരവും കയ്യിലുണ്ട്. എന്താ പെണ്ണെന്നെ ആലോചിക്കുന്നത്? ഇടത് കൈയാൽ അവളുടെ കവിളിൽ പിച്ചുകൊണ്ടവൻ ചോദിച്ചു. ഒന്നുമില്ല, നീ എണ്ണിച്ചോട്ടെ. വേണ്ട, എനിക്ക് ഒരുപാട് സമയം ഇങ്ങനെ കിടക്കണം. വൈകിയാലേ ഉമ്മ എന്നെ വഴക്ക് പറയും. പറഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞോളാം. കൊച്ചുകുട്ടികളെപ്പോലെ അവളുടെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൊണ്ടവൻ പറഞ്ഞു. ആ സമയം അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അതെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം അവളുടെ മനസ്സ് സന്തോഷത്താൽ ആനന്ദ നൃത്തമാടി. അതേ സന്തോഷത്താൽ അവളുടെ കൈകൾ അവനെ ഉറകെ പുടഞ്ഞുണ്ടായിരുന്നു. അന്ന് ആദ്യം ഡോറിൽ മുട്ടിയ ശേഷമാണ് ഷാനു അവളിൽ നിന്നും അകന്നു മാറിയത്. ഇവന് വരാൻ കണ്ട സമയം, പരിഭവം നടിച്ചുകൊണ്ടവൻ പറഞ്ഞു. അരിഞ്ഞ ജിനു അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അഴിഞ്ഞുലിഞ്ഞ മുടി ഒരുക്കി കെട്ടി വെച്ച് ബ്രഷ് ചെയ്ത ശേഷം ഒരു ഷാളും എടുത്തിട്ട് അവൾ പോയി ഡോർ തുറന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, അവൾ നിറഞ്ഞ ചിരിയോടെ തന്നെ പറഞ്ഞു. ഇന്നെന്താ എഴുന്നേൽക്കാൻ വൈകിയോ? അവൻ്റെ ചോദ്യം കേട്ടവൾ ഷാനുവിൻ്റെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ തലയണയും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അറിയാതെ അവളൊന്ന് ചിരിച്ചുപോയി. ഇന്ന് കുറച്ച് വൈകിപ്പോയി ആദി. ഞാൻ പോയി നിനക്ക് ചായ എടുത്തു തരാം. ഞാൻ ചായ കുടിച്ചു. കുടിച്ചോ? അവൻ കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചു. അതെ, ഉമ്മ എനിക്ക് ചായ തന്നു. ഉമ്മ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ആയാൽ ഭാഗ്യം, അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ്. ഞാനിന്ന് പോയി നോക്കട്ടെ, ഇനി എന്നോട് സ്വഭാവം മാറുമാവും. ഇങ്ങോട്ടോട്ട് രാവിലെ നടക്കാൻ പറഞ്ഞിട്ട് ഇവിടെ തലയണം കെട്ടിപ്പിടിച്ച് കിടക്കാണോ?
റൂമിലേക്ക് കയറി ആദി ആരോടൊന്നില്ലാതെ പറഞ്ഞു, സാർ എന്താടാ ഇതപ്പോൾ നന്നായി. ഡോക്ടർ രാവിലെ നടക്കാൻ പറഞ്ഞതല്ലേ, അത് മറന്നോ? അതിന് രാവിലെ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ബെസ്റ്റ് മറുപടി. സാർ എണീറ്റ് ഇതേ മടി പിടിച്ച് കിടക്കാനാണ് ഉദ്ദേശമെങ്കിലേ ഞാൻ തല വഴി വെള്ളം ഒഴിക്കും. സാറിന് ഒറ്റയ്ക്ക് എണീറ്റ് നടക്കണ്ടേ? അതല്ല, ഇന്നെന്താ പതിവില്ലാത്തൊരു കിടപ്പ്? രാത്രി ഉറങ്ങില്ലായിരുന്നോ? ഷാനുക്ക ദേ ചായം കൊണ്ട് ചെല്ലേ. കെട്ടിയോ എണീറ്റിട്ട് പോലുമില്ല. ജിനു വന്നതിന് ശേഷം അവന് മടി പിടിച്ചെന്നാണ് തോന്നുന്നത്. ഇന്നലെ രാവിലെ എണീറ്റ് നടന്ന ആളാണ്, ഇപ്പോൾ കിടക്കുന്ന കിടപ്പാണില്ലേ. ആ, ഇനി നീ എന്നെ പറഞ്ഞോ? അല്ല, അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, നീ പറഞ്ഞ പോലെ ഇന്ന് നല്ല മൂഡിലാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ മുൻപത്തേക്കാൾ പ്രയാസമില്ലാതെ നടക്കാൻ പറ്റുന്നുണ്ട് ആദി. കൈയാണ് പ്രശ്നം. എൻ്റെ കൈ ഇങ്ങനെ തന്നെ ആയി പോവടാ. ആവശ്യമില്ലാത്തതും ചിന്തിക്കേണ്ടതല്ല ഡോക്ടർ പറഞ്ഞേ. എന്താ 2 മാസം കൊണ്ട് കൈ ശരിയാവുന്നല്ലേ? അതുകൊണ്ട് ആത്മവിശ്വാസം ഇടിയണ്ട. ആ വാക്കറില്ലാതെ ഒന്ന് നടന്നു നോക്കിയാലോ ആദി? അയ്യോ, അത് വേണോ? നീ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാ എനിക്ക് പേടി? സാറിന് നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനതിനെ തടയില്ല. വാക്കർ മാറ്റിവെച്ച് അവൻ പതിയെ ഓരോ ചൂട് മുൻപോട്ട് വെച്ചു. ഇടക്കൊന്ന് തെന്നിപ്പോകുന്നുണ്ട്, എന്നാലും മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് അവൻ പതിയെ മുൻപോട്ട് നടന്നു. അല്പം ദൂരം നടന്നപ്പോഴും അവൻ വീണു പോകുമോ എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വന്നതും വീണ്ടും വാക്കറിൽ പിടിമുറുക്കി. എന്നാലും കുറച്ചെങ്കിലും തനിയെ നടക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു അവൻ. ഇതെല്ലാം ഉമ്മറത്ത് നിൽക്കുന്ന ജിനു സന്തോഷത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. സാർ ഇനി കുറച്ച് സമയം ഇരിക്കേ, ഇനി കുറച്ചു കഴിഞ്ഞിട്ട് നടക്കാം. പഴയ പോലെ നടക്കാൻ 2 മാസം കൂടി കാത്തിരുന്നാൽ മതിയാവും അല്ലേ ആദി? ഇപ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ഇത്രയും മാറ്റം സാറിൽ സംഭവിച്ചല്ലോ, അത് സാറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമില്ലേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ 2 മാസം കൊണ്ടെന്ന് പഴയ പോലെ എണ്ണീറ്റ് നടക്കാൻ പറ്റും, അത് ഉറപ്പാ. എനിക്കൊന്ന് ഇരിക്കണമെന്നവൻ പറയുമ്പോഴേക്കും ഉമ്മറപ്പടയിലേക്ക് അവൻ ഇരുന്നിരുന്നു. നീ പോയി കുറച്ച് വെള്ളം എടുത്തു വാ. സാറിനകത്തേക്ക് ഇരിക്കണോ? വേണ്ടടാ, കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഷാഹിയുടെ പെണ്ണ് കാണൽ. അതിനുവേണ്ടി ബന്ധുക്കളെല്ലാവരും നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. കൂടുതലും ഉമ്മാൻ്റെ ബന്ധുക്കളാണ്. ഷാനുവിൻ്റേതെന്ന് പറയാൻ മാമയും ജിനുവിൻ്റെ ഉമ്മയും എളാമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഉമ്മാൻ്റെ ആളുകളാണ്. ഇന്ന് എല്ലാവരും വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ റൂമിൽ തന്നെ ഇരുന്നു. കാരണം മറ്റുള്ളവരുടെ സഹതാപ വാക്കുകൾ കേൾക്കാൻ വയ്യ. അതുകൊണ്ടാണ്. പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ ഞാൻ പ്രതികരിച്ചു പോവും. വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ മനസ്സിൽ ഇഷ്ടക്കേട് സമ്പാദിക്കുന്നത്? ഷാനുക്ക, ഓ റെഡിയായി വന്നോ? കുറേ നേരമായല്ലോ ഡ്രസ്സിങ് റൂമിലേക്ക് പോയിട്ട്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറ. എൻ്റെ സെലക്ഷൻ അല്ലേ, അപ്പോൾ മോശമാവില്ല. എന്നോട് തെറ്റിപ്പോയി. ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നല്ല ചോദിച്ചത്, ഞാനിട്ടിട്ട് എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചത്. ആ, കുഴപ്പമില്ല. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞു. അത് കേട്ട് അവളൊന്ന് അവനെ കൂർപ്പിച്ച് നോക്കി. ഇത്രയൊക്കെ ഒരുങ്ങിയിട്ടും പറയുന്നത് കേട്ടില്ലേ? കുഴപ്പമില്ലെന്നേ, ഞാൻ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയാൻ എന്തിനാ അത്ര പിശുക്ക്? അവൾ പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി. അത് കണ്ട് ഷാനുവിൽ ചിരി വന്നു. നിന്റെ മുഖത്ത് എന്താ? എൻ്റെ മുഖത്ത് എന്ത്? ഞാനൊരു പൗഡർ പോലും ഇട്ടിട്ടില്ലല്ലോ. പിന്നെ എന്താ? അവൾ കണ്ണാടിയിൽ നോക്കി മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഇതൊന്നല്ല, ഇത് മറ്റെന്തോ ആണ്. അയ്യോ, ഇങ്ങനെ പോവല്ലേ? ഞാൻ കാണുന്നില്ലല്ലോ. നീ കാണില്ല, ഞാൻ മാത്രമേ കാണൂ. എങ്കിൽ ഷാനുക്ക് തുടച്ചു തായോ? സമയമില്ല. ഓക്കെ, ഞാനിപ്പോൾ തുടച്ചു വരാം. നീ അല്പം മുൻപോട്ട് നിൽക്ക്, എന്നാലേ എനിക്ക് തുടക്കാൻ പറ്റൂ. ഷാനുക്കാക്ക് വാക്കറിൽ പിടിക്കാതെ നിൽക്കാൻ പറ്റുമോ? ആ, പറ്റും. ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ മുൻപിലേക്ക് നിന്നതും അവളെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് അവളുടെ ചുണ്ടുകൾ അവൻ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം എന്താണ് നടക്കുന്നതെന്നറിയാതെ അവൾ നടുങ്ങിപ്പോയി. എങ്കിലും യാദൃശ്ചികമായി അവിടേക്ക് വന്ന ആൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. ഡ്രസ് മാറി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ ജിനുവിനെ കാണാൻ വൈകിയപ്പോൾ അവളെയും തിരക്കി പോയതാണ് അവളുടെ ഉമ്മ. ഡോർ തുറന്നിട്ടത് കണ്ട് ഉമ്മ മറ്റൊന്നും ചിന്തിക്കാതെ ആയിരുന്നു റൂമിലേക്ക് കയറിയത്. എന്നാൽ അവിടെ നടക്കുന്ന കാഴ്ചയിൽ ഉമ്മാൻ്റെ ഉള്ളം സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ നാണത്തിൽ കലർന്ന ഒരു പുഞ്ചിരിയും ആ മുഖത്ത് വിരിഞ്ഞു. അവൾക്കൊന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത അത്രയും ആയത്തിലായിരുന്നു അവർ അങ്ങനെ നിന്നിരുന്നത്. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷമാണ് ഷാനു അവളെ സ്വതന്ത്രമാക്കിയത്. ആ നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് വല്ലാത്ത മടി തോന്നി. ജിനു, അവൻ വളരെ പ്രണയത്തോടെ അവളെ വിളിച്ചു. അപ്പോഴും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. ഇങ്ങോട്ട് നോക്ക് പെണ്ണേ, അല്ലെങ്കിൽ പിന്നെ ഈ ചുണ്ട് ഇവിടെ ഉണ്ടാവില്ല.
അപ്പോഴും നടന്നൊന്നും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയാണവൾ. അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളെ മുഖം മെല്ലെ പിടിച്ചുയർത്തി. പെണ്ണിൻ്റെ മുഖം ആകെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. ജിനു ഇത്തവണ മിഴികൾ നോക്കി അവനെ ഒന്ന് നോക്കി. നീ ഭയങ്കര നാണക്കാരിയാണല്ലോ. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 8 മാസം കഴിഞ്ഞില്ലേ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട്. നാണം മാറാനുള്ളതൊന്നും എന്നിൽ നിന്നും അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഉടനെ തന്നെ എല്ലാം ശരിയാവും. അതുവരെ എൻ്റെ പെണ്ണ് ക്ഷമിക്കട്ടോ. ഈ ഒരു ചേർത്തുപിടിക്കൽ മതി എനിക്ക്. ഇതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ടുവൾ പറഞ്ഞു. അതെ, കൂടുതൽ സമയം നിൽക്കണ്ട. കാല് വേദനയാവും. ഇപ്പോൾ ഒരു വേദനയും തോന്നുന്നില്ല. നിന്നോട് അടുക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എനർജി തോന്നുന്നുണ്ട് ജിനു. കൂടുതൽ എനർജി വരാൻ കൂടുതൽ അടുക്കേണ്ടി വരുമോ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. കുസൃതിയോടെയുള്ള അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ നാണത്തിൻ്റെ കൊടുമുടിയിലേക്ക് അവൾ ഉയർന്നു പോകുന്നത് പോലെ തോന്നി. അപ്പോഴേക്കും ഡോറിന് മുമ്പിൽ വീണ്ടും ഉമ്മാൻ്റെ വിളി വന്നു. ഞാൻ പോയിക്കോട്ടെ? പോണോ? അവൻ വളരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. പോവണ്ടേ? പോയി വാ. ഭക്ഷണമെല്ലാം ഞാൻ കിച്ചണിലെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യയോട് ഞാൻ പറഞ്ഞോളം എടുത്തു തരാം. നീയും ഉമ്മയും മാമയും എളാമയും കാറിൽ പോയിക്കോ. ആദ്യം വരും നിങ്ങൾക്കൊപ്പം. വേണ്ട, ആദ്യം വന്നാലേ ഷാനുക്ക് തനിച്ചാവും. ഞങ്ങൾ അവരെ കൂടെ ബസ്സിൽ തന്നെ പോയിക്കോളാം. ദേ വീണ്ടും വിളിക്കുന്നുണ്ട്. ഞാൻ പോയിക്കോട്ടെ? പോയി വാ. അവരെല്ലാവരും ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഷാനു വാക്കറില്ലാതെ പുറത്തേക്ക് വന്നത്. എല്ലാവരും പോയോ ആദി? പോയി. അയ്യോ, സാറ് വാക്കറില്ലാതെയാണോ നടക്കുന്നത്? ആദി അവൻ്റെ അരികിലേക്ക് ധൃതിയോടെ വന്നു. കുഴപ്പമില്ലടാ, കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്. സൂക്ഷിക്കണം, ഒരാൾ കൂടെ ഇല്ലാതെ തനിയെ ഇങ്ങനെ നടക്കരുത്. ബാലൻസ് കിട്ടിയില്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന്. നീ ഇങ്ങനെ പേടിക്കാതെ ആദി. ഇപ്പോൾ ആവശ്യത്തിന് എനർജിയൊക്കെ എനിക്കുണ്ട്. അതെനിക്ക് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.